വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2 ദിവസങ്ങൾക്ക് മുമ്പ് UN ജനറൽ അസംബ്ലിയിൽ പ്രസംഗിച്ചിരുന്നു. അത് വളരെ വലിയ രീതിയിൽ വാർത്തയാവുകയും ചെയ്തിരുന്നു. കുട്ടിക്കാലത്ത് ചായ വിറ്റയാൾ UN പൊതുസഭയെ 4ാം തവണയാണ് അഭിസംബോധന ചെയ്യുന്നതെന്ന്, ലോകത്തിലെ ആദ്യ DNA വാക്സിൻ ഇന്ത്യ വികസിപ്പിച്ചു എന്ന കാര്യമൊക്കെ മോദി ഈ പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു. ഏകദേശം 20 മിനിറ്റോളം പ്രധാനമന്ത്രി UN ജനറൽ അസംബ്ലിയിൽ പ്രസംഗിച്ചിരുന്നു. ഹിന്ദിയിലാണ് അദ്ദേഹം സംസാരിച്ചത്. എന്നാൽ മോദി ഇത്തരത്തിൽ വലിയ നേട്ടങ്ങളെക്കുറിച്ച് UN ജനറൽ അസംബ്ലിയിൽ പ്രസംഗിച്ചു എങ്കിലും മോദിയുടെ പ്രസംഗം കേൾക്കാൻ UN പൊതുവേദിയിൽ നേതാക്കന്മാർ ഉണ്ടായിരുന്നില്ല. മറിച്ച് ഒഴിഞ്ഞ കസേരകൾക്ക് മുന്നിലാണ് മോദി പ്രസംഗിച്ചത് എന്ന പരിഹാസം ഇതോടെ സോഷ്യൽ മീഡിയയിൽ ഉയർന്നിരുന്നു. എന്നാൽ അത് പരിഹാസങ്ങൾ മാത്രമല്ല, മറിച്ച് മോദി UN ജനറൽ അസംബ്ലിയിൽ പ്രസംഗിക്കുന്ന സമയത്ത് പ്രസംഗം കേൾക്കാനുള്ള ആളുകളെക്കാൾ കൂടുതൽ ഒഴിഞ്ഞ കസേരകൾ തന്നെയായിരുന്നു എന്ന് വ്യക്തമാക്കുന്ന വീഡിയോയും പുറത്തു വന്നിരിക്കുകയാണ്. UN ജനറൽ അസംബ്ലിയിൽ പ്രസംഗിക്കുന്നതിന്റെ വീഡിയോ മോദിയുടെ ഔദ്യോഗിക യൂട്യൂബ് അക്കൗണ്ടിൽ തന്നെ പബ്ലിഷ് ചെയ്തിരുന്നു. ഈ വീഡിയോയിലെ ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോൾ തന്നെ മോദി ഒഴിഞ്ഞ കസേരകൾക്ക് മുന്നിലാണ് പ്രസംഗിക്കുന്നത് എന്ന് വ്യക്തമാണ്. ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. I will soon have spent 20 years serving my countrymen as कि जब फैसले लेने का समय था तब on behalf of the general made होमलेस परिवारों homeless families होम ओनर्स बनाया. home owners. अध्यक्ष महोदय, Mr. President, प्रदूषित पानी, polluted water, एक मजबूत स्टार्टअप इकोसिस्टम विकसित हुआ है. अपनी आजादी के 75 कि जब फैसले लेने का समय था तब മോദിയുടെ ഔദ്യോഗിക യൂട്യൂബ് അക്കൗണ്ടിൽ നിന്ന് പുറത്തുവിട്ട ഈ വീഡിയോയിൽ തന്നെ വ്യക്തമാണ് മോദിയുടെ പ്രസംഗം കേൾക്കുന്നവരിൽ കൂടുതലും ഒഴിഞ്ഞ കസേരകളാണ് എന്നുള്ളത്. എന്നാൽ എന്തുകൊണ്ട് മോദിയുടെ പ്രസംഗം കേൾക്കാൻ കൂടുതൽ നേതാക്കന്മാർ ഇല്ലാത്തത് എന്ന കാര്യം വ്യക്തമല്ല. ഇനി കോവിഡ് മാനദണ്ഡം പാലിച്ചതാണ് എങ്കിൽ കൂടിയും അവിടെ കോവിഡ് മാനദണ്ഡം പാലിച്ചുകൊണ്ട് ഇതിലും കൂടുതൽ പേർക്ക് ഇരിക്കാനാവും. എന്നാൽ അത്ര പോലും നേതാക്കൾ അവിടെ അപ്പോൾ ആ സമയത്ത് മോദിയുടെ പ്രസംഗം കേൾക്കാൻ ഉണ്ടായില്ല എന്നതാണ് സത്യം. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.